IPL 2026 സീസണിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു സഞ്ജു സാംസണിന്റെ രാജകീയ കൂടുമാറ്റം. രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് കുപ്പായം അഴിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ ജേഴ്സിയിലേക്ക് സഞ്ജു എത്തിയത് ക്രിക്കറ്റ് ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. പകരമായി രവീന്ദ്ര ജഡേജ രാജസ്ഥാനിലേക്ക് പോയ ഈ 18 കോടിയുടെ സ്വാപ് ഡീൽ മാസങ്ങളോളം ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോഴിതാ ഈ കൈമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഹനുമ വിഹാരി. സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവോ ക്രിക്കറ്റ് സിക്സറോ അല്ല ചെന്നൈയെ ആകർഷിച്ചതെന്നും അതിനുമപ്പുറം മറ്റൊരു വലിയ ഘടകമുണ്ടെന്നും വിഹാരി തന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ തുറന്നടിക്കുന്നു. സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ CSK മാനേജ്മെന്റ് കാണിച്ച താല്പര്യത്തിന് പിന്നിൽ കൃത്യമായ കച്ചവട ബുദ്ധിയുണ്ടെന്ന് വിഹാരി പറയുന്നു. സഞ്ജുവിന്റെ ക്രിക്കറ്റ് കളി കണ്ടിട്ടോ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടോ മാത്രമല്ല ചെന്നൈ അവനെ സ്വന്തമാക്കിയത്. സഞ്ജുവിന്റെ ആരാധക വൃന്ദമാണ് ചെന്നൈയെ ആകർഷിച്ച പ്രധാന ഘടകം. IPLൽ ക്രിക്കറ്റ് മാത്രമാണ് പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ക്രിക്കറ്റിനുമപ്പുറത്തേക്ക് ഒരു കളിക്കാരന് എത്രമാത്രം വിപണി മൂല്യമുണ്ടെന്നാണ് ഉടമകൾ ചിന്തിക്കുക, വിഹാരി വ്യക്തമാക്കി. സഞ്ജു സാംസൺ എന്ന ബ്രാൻഡിന് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള സ്വാധീനം ചെറുതല്ല. സഞ്ജു എവിടെ കളിച്ചാലും കേരളത്തിൽ നിന്നുള്ള ആരാധകർ അവനു വേണ്ടി ആർത്തു വിളിക്കും. അവർ സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തും. സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷമാക്കും. ഈ ക്രൗഡ് പുള്ളിംഗ് കഴിവാണ് DSK ലക്ഷ്യമിട്ടത്, വിഹാരി കൂട്ടിച്ചേർത്തു. ടീം കോമ്പിനേഷൻ നോക്കിയാൽ സഞ്ജുവിനെ DSKക്ക് അത്യാവശ്യമില്ലായിരുന്നു എന്ന വാദവും വിഹാരി ഉയർത്തുന്നു. അടുത്ത സീസണിൽ ഓപ്പണറാക്കാൻ വേണ്ടിയല്ല സഞ്ജുവിനെ കൊണ്ടുവന്നത്. ഋതുരാജ് ഗെയ്ക്വാദ്, ആയുഷ് മാത്രേ, ഉർവിൻ പട്ടേൽ തുടങ്ങി മികച്ച ഓപ്പണർമാർ ചെന്നൈക്ക് ഇപ്പോഴുമുണ്ട്. ഗെയ്ക്വാദിനെ പോലൊരാൾ ഉള്ളപ്പോൾ സഞ്ജുവിനെ ഓപ്പണറാക്കേണ്ട കാര്യമില്ല. സഞ്ജു എത്തുന്നതോടെ ബാറ്റിംഗ് നിര കൂടുതൽ ശക്തമാകുന്നു എന്ന് മാത്രം. പിന്നെ സഞ്ജു എവിടെ കളിക്കുമെന്ന ചോദ്യത്തിനും വിഹാരിക്ക് ഉത്തരമുണ്ട്. ചെന്നൈയിൽ സഞ്ജു ഓപ്പണറാവില്ല, മറിച്ച് മൂന്നാമനായി ഇറങ്ങാനാണ് സാധ്യത. പരുക്കിന് ശേഷം രാജസ്ഥാനായി സഞ്ജു മൂന്നാമനായാണ് ഇറങ്ങിയതെന്ന് ഓർക്കണം. രാജസ്ഥാനിലെ അശ്വാരസ്യങ്ങൾ. കഴിഞ്ഞ സീസണിൽ 18 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ നിലനിർത്തിയ താരമായിരുന്നു സഞ്ജു. 2021 മുതൽ ടീമിനെ നയിക്കുന്ന നായകൻ. എന്നാൽ പരിക്കും ടീമിനുള്ളിലെ ചില അസ്വാരസ്യങ്ങളുമാണ് സഞ്ജുവിനെ ഫ്രാഞ്ചൈസി മാറാൻ പ്രേരിപ്പിച്ചത്. 2012 കൽക്കത്തയിലൂടെ അരങ്ങേറിയ സഞ്ജു ഡൽഹിയിലും രാജസ്ഥാനിലുമായി IPLൽ വൻ ഇമ്പാക്ട് ഉണ്ടാക്കിയ താരമാണ്. ഹനുമ വിഹാരിയുടെ വാക്കുകൾ ശരിയാണെങ്കിൽ വരാനിരിക്കുന്ന സീസൺ CSKയെ സംബന്ധിച്ചിടത്തോളം കളിക്കളത്തിനും ഗാലറിയിലും ഉത്സവമായിരിക്കും. സഞ്ജു സാംസൺ എന്ന വികാരം ഇനി ചേപ്പോക്കിലെ ഗാലറികളെ മഞ്ഞക്കടലാക്കും.